ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. ഇപ്പോൾ പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോളേജിലൊക്കെ ലീവാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയത്. ഒരാഴ്ച ഫുള്ള് ലീവ് ആയതുകൊണ്ട് നമുക്ക് വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കോളേജുള്ള ടൈമിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ പണിയെടുക്കാനും ക്ലീനിങ്ങിനൊന്നും ടൈം കിട്ടാറില്ല. ആ ഒരു ടൈമിൽ ഇമ്മയാണ് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും ക്ലീനിങ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ ഭയങ്കര മടിച്ചാണ്. അതിൻ്റെ എല്ലാ വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഒന്നാമത് ഞാൻ എൻ്റെ വീട്ടിലത്തെ ചെറിയ കുട്ടിയാണ്. പിന്നെ എനിക്ക് താത്ത ഉണ്ട്. അപ്പോൾ അവളാണ് കൂടുതലായിട്ടും പണികളൊക്കെ എടുക്കൽ. ഞാനിങ്ങനെ ഹെൽപ്പായിട്ട് നിൽക്കാറാണ്. പക്ഷെ ഞാൻ അവിടെ നനങ്ങാതെ അവളും പണിയെടുക്കില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു ബിഗ് ബോസ് പോലെ ആയിരിക്കും കേട്ടോ. കാരണം ഈ പണിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാനും എൻ്റെ താത്തയും ഏത് നേരം അടിയായിരിക്കും. അതിലിപ്പോൾ മെയിനായിട്ട് ഞാൻ തന്നെ ആയിരിക്കും അടി ഉണ്ടാക്കുന്നുണ്ടാവുക. പക്ഷേ അതുണ്ടാക്കാനുള്ള സാഹചര്യം വരുത്തുന്നത് അവളാണ്. താത്ത കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഇനി വീട്ടിലെല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പിന്നെ 2, 3, 5, 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ ഒരു കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു പുതിയ താത്താനെ കൊടുന്നു. അപ്പോൾ പിന്നെ ഞാൻ നല്ല മടിച്ചേട്ടോ. കാരണം ആ താത്ത അങ്ങനെ പണിയെടുക്കുന്ന ഓർഡർ ചെയ്യാനൊന്നും വരില്ല. ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. എന്നാലും ഞാൻ നല്ല മടിച്ചായിരുന്നു. ഇപ്പോൾ പിന്നെ കാക്കാൻ്റെ വൈഫ് വിരുന്നു പോയി, താത്ത ഇവിടെ ഇല്ല. ഇപ്പം ഞാൻ തന്നെ ഉള്ളു പണിയെടുക്കുക. അപ്പം ഉമ്മാനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ലോങ് വീഡിയോയിൽ കൂടുതലായിട്ടും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഷോർട്സിൽ ഒതുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ അത് ലോങ് വീഡിയോ ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യണ കാര്യം ഒന്നില്ലെങ്കിൽ സ്ലോ ആക്കി കാണിച്ചു തരേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരേ സാധനം ഒരു 5-6 എണ്ണം സെയിം ആയിട്ട് ചെയ്യേണ്ടി വരും. സോ ഐ തിങ്ക് ഷോർട്സിൽ നമുക്ക് ക്രാഫ്റ്റും അതേപോലെ തന്നെ ലോങ് വീഡിയോസിൽ നമുക്ക് ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും അതേപോലെ തന്നെ നമുക്ക് സ്റ്റഡി വ്ളോഗും കോളേജ് വ്ളോഗ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. എനിക്ക് അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത്. കാരണം ക്രാഫ്റ്റ് നമുക്ക് ഷോർട്സിൽ ഒതുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ലോങ് വീഡിയോ ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ സ്പീഡൊന്നും കൂട്ടാണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എങ്ങനത്തെയാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറയൂ. നിങ്ങളുടെ സജഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. അത് പറഞ്ഞിട്ട് തീരെ ക്രാഫ്റ്റ് ഐഡിയാസ് ഒന്നും ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയണില്ല. അങ്ങനെ വലിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കണ്ടന്റ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. ഗൈസ്, ഈ ഒരു വാഷ് ബേസിൻ കഴുകുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ പല കൈകളും കാണാനുണ്ടാവും. ഞാൻ വൃത്തിയാക്കിയിട്ട് തൃപ്തിയാവാതെ ഓരോ കൈകൾ വരുന്നതാണ് കേട്ടത്. സെയിം വന്നിട്ട് അത് ഉരച്ച് കളഞ്ഞുതരാൻ നോക്കുകയായിരുന്നു. ആ ഒരു ബേസിന്റെ ഇടയിൽ കണ്ടോ ഒരു ബ്ലാക്ക് കറ പോലെ നിൽക്കുന്നത്. അത് ഞാൻ ഉരച്ചിട്ട് എത്ര ഉരച്ചിട്ടും പോണില്ല. അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ അമ്മ സൈനമ്മ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുക. അത് ഉരച്ചിട്ട് കാര്യമല്ല, അത് പോണില്ല, ഞാൻ കുറേ നേരം ഉരയ്ക്കണമെന്ന് പറഞ്ഞത്. ഷീ ഡിഡ് ഇറ്റ്. അത് പോയിട്ടോ. അങ്ങനെ പകുതി മുക്കാൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് എനിക്കിഷ്ടമില്ലാത്തൊരു പണിയാണ് തുടയ്ക്കൽ. അതാണ് ഞാനിനി ചെയ്യാൻ പോണത്. ഗൈസ്, എനിക്ക് ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളിത് കാണുമ്പോൾ ഞാൻ കുറേ ഇൻസ്പയർ ആയിട്ടുണ്ട് കേട്ടോ. വേറുള്ള ഒരാൾ നല്ല രീതിക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യണ കാണുമ്പോൾ നമുക്കും അതേപോലെയൊക്കെ ചെയ്യാനൊരു ത്വര വരും. എനിക്കങ്ങനെ വരാറുണ്ട് കേട്ടോ. ഇന്നലെ അതേപോലെ ഞാൻ കുറേ ക്ലീനിങ് വീഡിയോസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് രാവിലെ എണീച്ച മുതലേ ഞാൻ നല്ല പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഇത്രയും പണിയെടുത്ത് ക്ഷീണിച്ചപ്പോഴത്തേക്കും ഇമ്മ എനിക്കിങ്ങനെ പൊമഗ്രനേറ്റ് ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെയാണ് ടേബിള് തുടച്ചിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ വന്നത്. അപ്പോൾ വേഗം പോയിട്ട് ടേബിള് തുടച്ചു കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ജനലൊക്കെ തുറന്നിട്ടിട്ട് നമ്മുടെ വീട്ടിനുള്ളിൽ കൂടെ നടക്കാൻ ഒരു ഭയങ്കര റിഫ്രഷിങ് ഫീലാണ്. ആ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ കിച്ചണിക്ക് വന്നപ്പോൾ ഇമ്മ അവിടെ കറി വെക്കായിരുന്നു. അപ്പോൾ പിന്നെ കിച്ചണും കൂടി ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള കിച്ചൺ വൃത്തിയേടായതൊക്കെ നല്ല വൃത്തിയാക്കി കൊടുത്തു കേട്ടോ. പിന്നെ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കിച്ചണൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും എന്തായാലും. ഈ പച്ചക്കറിയുടെ വേസ്റ്റും ഉള്ളിയുടെ വേസ്റ്റൊക്കെ നമ്മൾ ഈ കറിവേപ്പിലേക്കാണ് കേട്ടോ കൊണ്ടിട്ട് കൊടുക്കുക. അത് കറിവേപ്പിലേക്ക് നല്ലതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറയാറുണ്ട്. ഞാനിത് അങ്ങനെ കൊണ്ടുപോയിട്ട് കറിവേപ്പിലിൻ്റെ താഴെ ഇട്ട് കൊടുത്തു. അങ്ങനെ അവിടെ കുറച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൊടുന്ന് വെച്ച പച്ചക്കറി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതാത് ബോക്സുകളാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ഉമ്മ. ഓരോന്നിനും ഓരോ കണ്ടെയ്നേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്റ്റോർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തോന്നുന്നു. ഇതിങ്ങനെ ബോക്സസ് ആക്കിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറ്. പിന്നെ ഓരോ സാധനങ്ങളും ഓരോന്നും ആക്കിയിട്ട് കൂട്ടത്തോടെ വെച്ചു. പിന്നെ പച്ചമുളക് നമ്മൾ അതിൻ്റെ ആ ഒരു മുകളിലത്തെ സാധനം പൊട്ടിച്ചിട്ടാണ് ബോക്സസിലാക്കി വെക്കാറ്. അപ്പോൾ കുറേ കാലം കേട് വരാതിരിക്കുത്രേ. ഇതേപോലെയുള്ള സിമ്പിൾ പണികളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഓരോ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക, ഓർഗനൈസിങ്, ക്ലീനിങ്, അതായത് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുക, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതൊക്കെ ഇടയ്ക്ക് എനിക്ക് മൂഡ് വരുന്ന ടൈമിലൊക്കെ ഞാൻ എപ്പോഴും ചെയ്ത് കൊടുക്കാറുണ്ട്.
പിന്നെ ഈ പച്ചക്കറീൻ്റെ ഈ സാധനം പൊട്ടിച്ചു കൊടുക്കലൊക്കെ ഞാൻ തന്നെ ചെയ്യാറ് എപ്പോഴും. അങ്ങനെ എല്ലാം ഓരോരോ ബോക്സസിലാക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. ഇനി നമുക്ക് ഈ സ്ലാബ് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണം. അപ്പൊക്ക് ഉമ്മാൻ്റെ കറിവെക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണിയാണ് ഈ സ്റ്റൗവ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതൊരു ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പണിയാണ്. അതായത് ഞാൻ സോപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം പതപ്പിച്ചിട്ടൊക്കെയാണ് ഞാനിത് ക്ലീൻ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റൗവ് ഞാൻ എപ്പോൾ പാത്രം കഴുകുമ്പോഴും സ്റ്റൗവോട് തന്നെയാണ് കഴുകാറ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1-2 പാത്രങ്ങൾ നമ്മുടെ ഈ ഒരു ബേസിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ അങ്ങനെ ക്ലീൻ ആയി കിട്ടും. എന്തായാലും ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കുന്നത് കാണാൻ ഭയങ്കര ഒരു സുഖമാണല്ലോ അല്ലേ. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞു ഗ്ലാസ് അവിൽ നനച്ചത് കഴിച്ച് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോയ കഥയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു 3-4 വട്ടം തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയായി. ഇപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് ഓരോന്ന് എടുത്തിട്ട് വന്നിട്ട് രണ്ടാമത് തിരിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ കൂട്ടിപ്പോയത്. എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് പോകണതായിരുന്നു കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഈ ഒരു ഷോപ്പിങ്ങിൽ എനിക്ക് കുറച്ച് ലാഭം ഉണ്ടായി. ഈ ഒരു ബെഡ് ആ കടയിലുണ്ട്, നല്ല വലിയ ബെഡാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ടതാണ് പനെ. നോക്കിയിട്ട് ഇതിവിടെ വന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതൊരു പൊട്ട ബെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്, ഒരു കുഞ്ഞ് സ്പോഞ്ച് മാത്രമേ അതിലുള്ളൂ. അതും താത്താന്റെ വക ഒരു വലിച്ചു കീറൽ അൺബോക്സിങ്. ഇങ്ങനെ സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി ഇത് അങ്ങനെ കൊണ്ടേ കൊടുക്കാൻ പോയി. ആ ഒരു പൈസക്ക് ഞാൻ എനിക്കിഷ്ടമുള്ള കുറേ സാധനങ്ങൾ വാങ്ങി. കാരണം വീട്ടിലുള്ള സാധനം ഇനി നീ വാങ്ങണ്ടെന്ന് അവർ പറഞ്ഞു. 2ാം വട്ടം പോയപ്പോഴും അവർ പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ വന്നപ്പോൾ കീറിയ പോലെ ഉണ്ട്. പിന്നെയും അത് മാറ്റാനായിട്ട് പോകേണ്ടി വന്നു. പക്ഷെ ആ പൈസക്കും എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റി. ക്രാഫ്റ്റിന് പറ്റിയിട്ടുള്ളതും പിന്നെ ഓർഗനൈസർ ബോക്സും അങ്ങനെ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്നു. ഇതിലിപ്പോൾ എനിക്കാട്ടോ ലാഭം ഉണ്ടായത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കിച്ചൺ ഫുള്ള് പൊടിയൊക്കെ തട്ടി ക്ലീൻ ആക്കണു. അപ്പോൾ പിന്നെ അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഇന്ന് സാമ്പാറും പിന്നെ ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എങ്ങനത്തെ വീഡിയോ ഇടേണ്ടതെന്നുള്ള സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്.